നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആകാംക്ഷയുടെ ഏതാനും മണിക്കൂറുകൾ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്തെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഉച്ചയോടെ ഫലം പൂർണ്ണമായും അറിയാം. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ പ്രതിരൂപമെന്ന് മന്ത്രി MP രാജേഷ്. RSSന്റെ പ്രത്യയശാസ്ത്ര സംഘടനാ രൂപമായ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളെന്നും MP രാജേഷ്. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിനു നേരെ ആക്രമണം നടത്തിയത് CPM പ്രവർത്തകരെന്ന് കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച CPM. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിൽ പോളിംഗ് ശതമാനം 74.88. 28,788 പേർ വോട്ട് ചെയ്തു. പുരുഷ വോട്ടർമാരിൽ 25.88%. 74.1% സ്ത്രീ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിച്ചു. വാർത്തകൾ വിശദമായി. 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിലായാണ് ശനിയാഴ്ച വോട്ടെണ്ണുക. ഉച്ചയ്ക്ക് മുമ്പ് ഫലം ഏറെക്കുറെ പൂർണ്ണമായി അറിയാനാകും. വീറും വാശിയുമാർന്ന മത്സരത്തിന് ശേഷം ഫലമറിയാനുള്ള കാത്തിരിപ്പിലാണ് നാട്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ ഫലം സംബന്ധിച്ച ചിത്രം തെളിയും. ഉച്ചയ്ക്ക് മുമ്പ് ഫലം പൂർണ്ണമായും അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ ലഭിക്കും. 244 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. തൃശൂർ ജില്ലയിൽ 24 പാലക്കാട് ജില്ലയിൽ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റാണ് ആദ്യം എണ്ണി തുടങ്ങുക. തുടർന്ന് EVM വോട്ടുകൾ എണ്ണും. നഗരസഭകളിലെ ഫലങ്ങൾ, ത്രിതല പഞ്ചായത്ത് ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയും തുടർന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് വിവരവും ലഭ്യമാകും. ഒരു വാർഡിലെ തപാൽ വോട്ടുകളും ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനം നടത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ CPIM പ്രവർത്തകരുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. എന്നാൽ ആക്രമണത്തിൽ CPMന് പങ്കില്ലെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം കോട്ടായി സെന്ററിലുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന്റെ അനുബന്ധമെന്നോണം തെരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച രാത്രി വോട്ടെടുപ്പിന് ശേഷം കോട്ടായിൽ വീടിനു നേരെ CPMക്കാർ ആക്രമണം നടത്തിയതായി പരാതി. കോൺഗ്രസ് പ്രവർത്തകനായ ചേതങ്കാട് സ്വദേശി സതീശിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. CPMന്റെയും DYFIന്റെയും പ്രവർത്തകർ കോൺഗ്രസിന്റെ വീടുകൾ ആക്രമിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വന്ന് പരാതി കൊടുത്തു. ഇന്നലെ പോലീസുകാർക്ക് ഇലക്ഷൻ ദിവസം കോൺഗ്രസുകാർക്ക് വധഭീഷണിയുണ്ടെന്നും മർദ്ദിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് വീടുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രേഖാമൂലം പരാതി കൊടുത്ത് റെസീറ്റ് വാങ്ങിയതാണ്. ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചേതങ്കാടിൽ 500ഓളം വരുന്ന CPMന്റെ ഗുണ്ടകൾ, പല പഞ്ചായത്തുകളിൽ നിന്നുമായി CPMന്റെ ഗുണ്ടകൾ വന്ന് വായനശാല ഭാഗത്ത് തമ്പടിക്കുകയും ഞാൻ CIനെ വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്തു. CI അവിടെ വന്നു എങ്കിലും CIന്റെ കൺട്രോളിൽ പെടാത്ത കുറച്ച് ആളുകൾ അപ്പുറത്ത് ചാടുകയും സതീശൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും മാത്രമുള്ള വീടിലെ കയറി ആ സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും ജനലുകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പോലീസ് അവിടുന്ന് വന്ന ആ ഗുണ്ടകൾ 40ഓളം വരുന്ന ഗുണ്ടകള് പനങ്കാവിൽ റഫീഖിന്റെ വീട്ടിൽ പോയി വീട് ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഒറോഡ് സ്വദേശി റഫീഖിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതിപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച CPMക്കാരെ പിടികൂടി നിയമപരമായി കേസെടുത്ത് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രാത്രി 10 മണിക്ക് കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. അക്രമികൾക്കെതിരെ കേസെടുക്കാതെ സ്റ്റേഷൻ വിട്ടുപോയില്ലെന്ന ശാഠ്യത്തിൽ പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. അവസാനം അക്രമികൾക്കെതിരെ കേസെടുക്കാവുന്ന ആലത്തൂർ DSPയുടെ ഉറപ്പിന്മേലാണ് രാത്രി 11-ന് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അതേസമയം കോട്ടായി സെന്ററിലുണ്ടായ ആക്രമണം കോൺഗ്രസുകാർ കരുതിക്കുട്ടി ഉണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി ഉണ്ടായ ആക്രമണത്തിൽ CPMന് പങ്കില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 74.88. നഗരസഭയിൽ 28,788 പേർ വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ 75.88% പുരുഷന്മാരും 74.1% സ്ത്രീകളും വോട്ട് ചെയ്തു. രാത്രി ഏറെ വൈകിയാണ് യഥാർത്ഥ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തുവന്നത്. ഇത്തവണ ആകെ 74.88% വോട്ട് രേഖപ്പെടുത്തി. ആകെ 35 വാർഡുകളിലേക്കാണ് പോളിംഗ് നടന്നത്. ആകെ 38,447 വോട്ടർമാരിൽ പോൾ ചെയ്തത് 28,778 വോട്ടർമാരായിരുന്നു. 75.88% പുരുഷ വോട്ടർമാർ രേഖപ്പെടുത്തിയപ്പോൾ 74.01% സ്ത്രീ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 3 വാർഡുകളാണ്. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ വാർഡ് ഷൊർണൂർ AUP സ്കൂൾ 22 വാർഡിലാണ്. 60.64% പോളിംഗ് മാത്രം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ പ്രതിരൂപമെന്ന് മന്ത്രി MB രാജേഷ്. RSSന്റെ പ്രത്യയശാസ്ത്ര സംഘടനാ രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദികളാണ് അവരെന്നും മന്ത്രി ചളവറയിൽ പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ RSSന്റെ ഒരു പ്രതിരൂപമാണ്. RSSന്റെ പ്രത്യയശാസ്ത്ര സംഘടനാ രൂപം അതേപോലെ പകർത്തിയിട്ടുള്ള ഒന്നാണ്. ഒരു ഭാഗത്ത് സവർക്കറാണെങ്കിൽ മറുഭാഗത്ത് തത്തുല്യനായിട്ടുള്ള മൗദൂദിയാണ് നിൽക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി. RSSുമായിട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുള്ളവരുമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഒരു ഏകീകരണം ഇന്ന് മുസ്ലിം സംഘടനകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് UDFന്റെ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങേയറ്റത്തെ അധപ്പതനവും അപജയവുമാണ്. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും UDF പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. UDFന്റെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും വിജയരാഘവൻ തൃശ്ശൂരിൽ പറഞ്ഞു. BJP ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് എല്ലാ വർഗീയതയ്ക്കും പ്രോത്സാഹനം നൽകുകയാണ് UDF എന്ന് A. വിജയരാഘവൻ പറഞ്ഞു. സാമൂഹ്യഘടനയിൽ സ്വീകാര്യമല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയുമായി UDF സഹകരിക്കുന്നുണ്ട്. UDFന്റെ ഘടകകക്ഷിയായി ജമാഅത്തെ മാറി. മുസ്ലിം ലീഗും UDF ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കി. അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകാര്യത ഏറ്റവുമധികം വർദ്ധിച്ച സമയത്താണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് തുടർഭരണമുണ്ടാകുമെന്ന സൂചനയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലിയ നിക്ഷേപമെന്ന തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രദർശിപ്പിച്ചത്. ഇത്രയും വലിയ നിക്ഷേപത്തിൻ്റെ കമ്പനിയാണ് കോൺഗ്രസ് എന്നറിഞ്ഞില്ലെന്നും അടൂർ പ്രകാശ് നടത്തിയ പരാമർശം തന്നെ ഇത്തരം വിഷയങ്ങളിലെ ഗൗരവമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നതെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. BJP ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുവഴി അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനാവും എന്നത് പ്രയോഗത്തിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് UDF ഇവിടെ എല്ലാ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 6 ദശാബ്ദമായിട്ട് കേരള രാഷ്ട്രീയ ഘടനയിൽ UDF നിലനിന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വ്യത്യസ്തങ്ങളായ വർഗീയതയുമായി സന്ധി ചെയ്തും കീഴ്പ്പെട്ടുമാണ്. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ സ്വീകാര്യതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായും അവരുടെ രാഷ്ട്രീയവുമായും കൂടുതൽ സന്ധി ചെയ്യേണ്ടായി. UDFന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്ത് ഇസ്ലാമി മാറിയെന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇത്തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയായിരിക്കുമെന്ന് മുൻമന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിന്റെ റിഹേഴ്സൽ എന്ന നിലയിലാണ്. പ്രധാന മുസ്ലിം സംഘടനകൾ ഈ കൂട്ടുകെട്ടിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണോ വേണ്ടയോ, അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇന്ത്യ രാജ്യത്താണെങ്കിൽ BJP ആണ് ഭരിക്കുന്നത് എങ്കിൽ പോലും RSS ആണ് അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തി. അതുപോലെ തന്നെ കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെയായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രാഷ്ട്രീയ വശം. അത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗിലും UDFലും ശക്തമായിട്ടുള്ള അമർഷവുമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളെല്ലാം
UDFിൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കന്നിവോട്ട് 68-ാം വയസ്സിൽ ആദ്യമായി വോട്ട് ചെയ്ത ആഹ്ലാദത്തിലാണ് അമ്പലവട്ടം വെള്ളിനാംകുന്ന് സ്നേഹതീരം വീട്ടിൽ CK രവീന്ദ്രനാഥൻ. തൻ്റെ 19-ാം വയസ്സിൽ നാടുവിടേണ്ടി വന്ന രവീന്ദ്രനാഥൻ ഇക്കാലമത്രയും പ്രവാസ ജീവിതത്തിൻ്റെ അവിശ്രമ വഴിയിലായിരുന്നു. ആദ്യമായി ചെയ്തത് 1 3 വോട്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അനങ്ങനടി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ VK പടി അംഗൻവാടിയിലാണ് CK രവീന്ദ്രനാഥൻ വോട്ട് ചെയ്തത്. 68-ാം വയസ്സിൽ ഒരു കന്നി വോട്ടർ. കഥ ഇങ്ങനെ. തൻ്റെ 19-ാം വയസ്സിൽ നാടുവിട്ട് പോകേണ്ടി വന്ന രവീന്ദ്രനാഥൻ കുറേ കാലം ട്രിച്ചിയിലായിരുന്നു. പല ജോലികളും ചെയ്തെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മസ്കറ്റിലേക്ക് വിമാനം കയറി. നീണ്ടകാലം പിന്നെ മസ്കറ്റിൽ. പ്രവാസ ജീവിതത്തിനിടെ വിവാഹത്തിനും മറ്റ് ചില സന്ദർഭങ്ങളിലും മാത്രമാണ് അദ്ദേഹം നാട്ടിൽ വന്നത്. പിന്നെ കുടുംബസമേതം മസ്കറ്റിലായിരുന്നു. ഒടുവിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രവീന്ദ്രനാഥൻ നാട്ടിൽ തിരിച്ചെത്തിയത് 2024-ൽ. അമ്പലവട്ടത്ത് തറവാട്ടു വീട് പുതുക്കിപ്പണിത് താമസമാക്കിയതിനൊപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ID കാർഡ് ലഭിച്ചതോടെ 68-കാരന് കന്നി വോട്ടിന് അവസരമൊരുങ്ങി. ഞാൻ ആദ്യമായിട്ടെടുക്കാണ്. മസ്കറ്റിലായിരുന്നു. വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു. ഇപ്പം ഒന്നാണ് ഇത് ആദ്യം വോട്ട് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ സന്തോഷത്തിലാണ് രവീന്ദ്രനാഥൻ. ലതയാണ് ഭാര്യ. മകൾ ശ്രീലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നടിയെ ആക്രമിച്ച കേസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി നടൻ ടോവിനോ തോമസും സംവിധായകൻ സത്യൻ അന്തിക്കാടും. സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമാണെന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും ടോവിനോ പ്രതികരിച്ചു. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നായിരുന്നു സത്യൻ അന്തിക്കാടിന്റെ മറുപടി. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് അറിഞ്ഞ് കണ്ടിട്ടില്ല. അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുള്ളതോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. ഒരു കാരണവശാലും അങ്ങനെ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണം. മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കല്ലോ സാധാരണ. അല്ല, ആ വിധി വന്നു കഴിഞ്ഞല്ലോ. ഒരു കേസ് വന്നു. ആ കേസിന് കോടതി വിധിച്ചു. ആ വിധി നമ്മളെല്ലാം കണ്ടു. അതിൽ നേരിട്ട് കുറ്റക്കാരായവരെ മുഴുവൻ ശിക്ഷിച്ചു. അത് നമ്മളതിനെ ബഹുമാനിക്കുന്നു. ആ വിധിയെ കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. ട്രെയിൻ യാത്രയ്ക്കിടെ വയോധികന്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച് മുങ്ങിയ പ്രതി 7 വർഷത്തിന് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ചേലക്കര കിള്ളിമംഗലം സ്വദേശി 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് പിടിയിലായത്. 2018 മെയ് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മലബാർ എക്സ്പ്രസ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന മണ്ണാർക്കാട് സ്വദേശി 70 വയസ്സുകാരൻ്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗാണ് മോഷണം പോയത്. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു മുങ്ങിയ ചേലക്കര കിള്ളിമംഗലം നായാട്ടുവളപ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിൻ്റെ പിടിയിലായത്. പ്രതിയെ ആലുവയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി ജാമ്യമെടുത്ത ശേഷം വീടും സ്ഥലവും വിറ്റ് ബാംഗ്ലൂർ, തമിഴ്നാട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, SCPOമാരായ ശശി നാരായണൻ, അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആകാംക്ഷയുടെ ഏതാനും മണിക്കൂറുകൾ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്തെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ഉച്ചയോടെ ഫലം പൂർണ്ണമായും അറിയാം. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ പ്രതിരൂപമെന്ന് മന്ത്രി MP രാജേഷ്. RSSന്റെ പ്രത്യയശാസ്ത്ര സംഘടനാ രൂപമായ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളെന്നും MP രാജേഷ്. കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിനു നേരെ ആക്രമണം നടത്തിയത് CPM പ്രവർത്തകരെന്ന് കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച CPM. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂർ നഗരസഭയിൽ പോളിംഗ് ശതമാനം 74.88. 28,788 പേർ വോട്ട് ചെയ്തു. പുരുഷ വോട്ടർമാരിൽ 25.88%. 74.1% സ്ത്രീ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.